ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗാഡ്ജറ്റ് ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് മൊബൈൽ ഡിവൈസുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുണ്ട്. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും അതറിയാമായിരിക്കും. സ്മാർട്ട്രോൺ എന്നാണ് ആ കമ്പനിയുടെ പേര്. സച്ചിൻ്റെ പേരിൽ SRT ഫോൺ എന്ന പേരിൽ ഒരു ഫോൺ മുൻപ് പുറത്തിറക്കിയിരുന്നു. ഞാനത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഈ കഴിഞ്ഞ മാസം T ഫോൺ എന്ന പേരിലും ഈ സ്മാർട്ട്രോൺ ഒരു ഫോൺ പുറത്തിറക്കിയിരുന്നു. ഒരു ബഡ്ജറ്റ് ഫോണായിരുന്നു അത്. നമ്മളതും പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനി ലേറ്റസ്റ്റായി പുറത്തിറക്കിയിരിക്കുന്ന T ബാൻഡ് എന്ന സ്മാർട്ട് ബാൻഡാണ് നമ്മൾ ഗാഡ്ജറ്റ് ടൈമിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് സ്മാർട്ട്രോൺ T ബാൻഡ് അൺബോക്സ് ചെയ്ത് പരിചയപ്പെടാം. ഫ്ലിപ്കാർട്ടിൽ 4999 രൂപയാണ് ഈ സ്മാർട്ട് ബാൻഡിൻ്റെ വില. സ്മാർട്ട്രോൺ എന്നത് ഇന്ത്യൻ കമ്പനിയാണെങ്കിലും ഇതൊരു മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് അല്ല. അങ്ങനെയാണ് എനിക്ക് പാക്കേജിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു തായ്വാൻ കമ്പനിയാണ് സ്മാർട്ട്രോണിന് വേണ്ടി ഈ ബാൻഡ് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. പാക്കിങ്ങിൽ 2 ബോക്സുകളുണ്ടായിരുന്നു. അതിലൊന്നിൽ ഒരു ലെതർ സ്ട്രാപ്പായിരുന്നു. പ്യുവർ ലെതർ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ട്രാപ്പാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണത് നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ ബോക്സിലുള്ള സ്മാർട്ട് ബാൻഡിനും ഒരു സ്ട്രാപ്പ് ഉണ്ടായിരുന്നു. അത് ബ്ലാക്ക് നിറത്തിലേതായിരുന്നു. ആ സ്ട്രാപ്പ് സിലിക്കോൺ മെറ്റീരിയൽ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. പാക്കേജിൽ USB കേബിളും ചാർജിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഡോക്കും ഉണ്ടായിരുന്നു. ദീർഘചതുരാകൃതിയുള്ള ഒരു വാച്ച് രൂപമാണ് സ്മാർട്ട്രോണിന്റെ ഈ T ബാൻഡിനുള്ളത്. കാണുമ്പോൾ പ്രീമിയം ലുക്കൊന്നും അനുഭവപ്പെടുന്നില്ല. ഡോക്ക് മാഗ്നറ്റിക് പവർ ഉള്ളതാണ്. USB കേബിൾ അതിൽ കണക്ട് ചെയ്ത് മൊബൈൽ ചാർജറുമായി ഘടിപ്പിച്ച ശേഷം നമുക്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. USB കേബിൾ അതിൽ കണക്ട് ചെയ്ത് മൊബൈൽ ചാർജറുമായി ഘടിപ്പിച്ച ശേഷം ഡോക്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് വേണം ആദ്യമായി T ബാൻഡ് ഓൺ ആക്കേണ്ടത്. 128x64 റെസൊല്യൂഷനുള്ള 0.96 ഇഞ്ച് വലിപ്പമുള്ള ഡിസ്പ്ലേ ആണ് T ബാൻഡിൻ്റെത്. 100 mAh കപ്പാസിറ്റി ഉള്ള 3 ദിവസം വരെ ബാൻഡ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ബാറ്ററിയാണ് ഇതിൻ്റെത്. T ബാൻഡിന്റെ ആകെ ഭാരം വെറും 25 ഗ്രാം മാത്രമാണ്. ബ്ലഡ് പ്രഷർ മോണിറ്ററും ECG സെൻസറും 3 ആക്സിസ് ആക്സിലറോമീറ്ററും ഈ T ബാൻഡിലുണ്ട്. ഹാർട്ട് റേറ്റ് മാറ്റവും സ്ട്രെസ് സ്ലീപ്പ് ട്രാക്കിങ്ങും T ബാൻഡിനാൽ സാധ്യമാണ്. ECG മെഷർമെന്റ് ചെയ്യാനായിട്ട് ECG ഇലക്ട്രോഡ് ഇതിനുള്ളുണ്ട്. ഇതുകൂടാതെ ബ്ലഡ് ഫ്ലോ, ഹാർട്ട് റേറ്റ് വ്യത്യാസമൊക്കെ അറിയാനായിട്ട് ബാക്കിലായിട്ട് ഗ്രീൻ LED നമുക്ക് കാണാൻ സാധിക്കും. ബാൻഡിന്റെ ഡിസ്പ്ലേക്ക് താഴെ ഒരു സ്റ്റീൽ ഫിനിഷുള്ള ഭാഗമുണ്ട്. അവിടെ ഒന്ന് അമർത്തി പിടിച്ചാൽ ബാൻഡ് ഓൺ ആകും. അവിടെ ഇടത്തോട്ടും വലത്തോട്ടും സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഫംഗ്ഷനുകൾ തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്ത ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും അവിടെ തന്നെ 2 സെക്കൻഡ് അമർത്തി പിടിച്ചാൽ മതി. ആക്ടിവിറ്റിയും ഹെൽത്തും കൂടാതെ സ്മാർട്ടായ വേറെയും ചില ഫീച്ചേഴ്സ് T ബാൻഡിലുണ്ട്. കോൾ ആൻഡ് ടെക്സ്റ്റ് അലർട്ട്സ്, ആപ്ലിക്കേഷൻ അലർട്ട്സ്, വെതറൊക്കെ അവയിൽ ചെയ്തത് മാത്രമാണ്. കോളുകൾ, SMS എന്നിവ വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്മാർട്ട് ബാൻഡിലൂടെ ഇതുപോലെ അതിൻ്റെ നോട്ടിഫിക്കേഷനുകൾ അറിയാൻ സാധിക്കും. ഇതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ T ബാൻഡ് എന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ബ്ലൂടൂത്തിന്റെ സഹായത്താൽ സിങ്ക് ചെയ്ത് കാണാൻ സാധിക്കും. ആൻഡ്രോയിഡിനും ഐഫോണിനും ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. 14 ദിവസം വരെയുള്ള ഡാറ്റകൾ സൂക്ഷിച്ചു വെക്കാൻ ഈ T ബാൻഡിനാകും. വില കുറച്ച് അധികമായി പോയില്ലേ എന്നും ബാറ്ററി ചാർജ് 2 ദിവസമേ നിലനിൽക്കൂ എന്ന കുറവും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കും തോന്നാം. അതാണ് ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്കും തോന്നിയത്. നമുക്കെന്തായാലും മറ്റൊരു ഗാഡ്ജറ്റുമായി വീണ്ടും ഗാഡ്ജറ്റ് ടൈമിൽ കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മയാണ്.